കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ വാർത്തകളിൽ ഇടം പിടിച്ചത് എലത്തൂരിലെ ആ കൊലപാതകം തന്നെയായിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് പോലീസ് അന്വേഷണം മുന്നോട്ട് പോകുന്നത് എന്ന് ചോദിച്ചറിയാം. മേഘ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് വിൻഷ. എലത്തൂർ കൊലപാതകം ഇന്നലെ പ്രതിയെ സംഭവസ്ഥലത്തൊക്കെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിരുന്നു. ആ തെളിവെടുപ്പിനിടെ മാധ്യമപ്രവർത്തകർ പ്രതികരണം ചോദിച്ചപ്പോൾ പ്രതി പറയുന്നത് പ്ലാൻഡ് ആയിരുന്നു, ആത്മഹത്യ ചെയ്യാനായിരുന്നു ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്നത്, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വിളിച്ചു വരുത്തിയതെന്ന തരത്തിലുള്ള വളരെ കെയർലെസ് ആയി അല്ലെങ്കിൽ ഒട്ടും ചെയ്ത കാര്യത്തോട് ഒരു കുറ്റബോധവും ഇല്ലാതെ സംസാരിക്കുന്ന വൈശാഖനെയാണ് നമ്മൾ കണ്ടത്. പക്ഷേ ഈ കൃത്യത്തിൽ പുറത്തുനിന്നുള്ള ആരുടെയെങ്കിലും സഹായമുണ്ടോ എന്ന് പോലീസ് സംശയിക്കുന്നുണ്ട്. ആ രീതിയിൽ ഒരുപാട് ദുരൂഹതകൾ ഇപ്പോഴും നിലനിൽക്കുകയാണ് ഈ കേസുമായി ബന്ധപ്പെട്ടല്ലേ? വിൻഷ, മാളിക്കടവിലെ യുവതിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളും നിലവിൽ പോലീസ് പരിശോധിച്ചു വരികയാണ്. നിലവിൽ പോലീസ് കസ്റ്റഡിയിലാണ് പ്രതി വൈശാഖനുള്ളത്. ഇന്നലെ തന്നെ തെളിവെടുപ്പ് പൂർത്തിയാക്കിയിരുന്നു. വിൻഷ സൂചിപ്പിച്ചതുപോലെ തന്നെ, അതായത് വലിയ തരത്തിൽ ഈ കൊലപാതകം ഒളിപ്പിച്ചു വെക്കാനുള്ള ശ്രമം വൈശാഖിൻ്റെ ഭാഗത്ത് നിന്നിരുന്നു. CCTV ദൃശ്യങ്ങളിലൂടെയാണ് അതൊരു കൊലപാതകമാണ്, ഒരു ആത്മഹത്യയല്ല എന്ന തരത്തിലുള്ള കാര്യങ്ങളുടെ ചുരുളഴിയുന്നത്. ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലവിൽ പോലീസ് തെളിവെടുപ്പൊക്കെ തന്നെയും പൂർത്തിയാക്കി പ്രതിയെ ജയിലിലേക്ക് അയക്കുക എന്നതാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഈ പെൺകുട്ടിയുടെ ഡയറി കുറിപ്പിൽ നിന്ന് 16 വയസ്സ് മുതൽ താൻ പീഡനത്തിന് ഇരയായി എന്നത് കൃത്യമായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ മരണപ്പെട്ട പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുക എന്നൊരു തീരുമാനത്തിലേക്ക് അന്വേഷണ സംഘം എത്തിയിരിക്കുന്നത്. ഈ പ്രതിയായ വൈശാഖിൻ്റെ ഭാര്യയുടെ മൊഴി നേരത്തെ തന്നെ പോലീസ് രേഖപ്പെടുത്തിയിരുന്നു. അതായത് ഈ കൊലപാതകത്തിന് ശേഷം ഈ പെൺകുട്ടിയുടെ മൃതദേഹം ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് ഈ പ്രതി വൈശാഖനും ഭാര്യയും ഒരുമിച്ചായിരുന്നു. ആശുപത്രി ജീവനക്കാരുടെ മൊഴി നിലവിൽ എടുക്കാനും പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. ഈ ഭാര്യയ്ക്ക്, അതായത് ആത്മഹത്യയാണ്, തങ്ങൾ ഒരുമിച്ച് ആത്മഹത്യ ചെയ്യാൻ പോയതാണ് എന്നതായിരുന്നു ഭാര്യയോടും ഇയാൾ പറഞ്ഞിരുന്നത്. അങ്ങനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് ഈ പെൺകുട്ടിയെ ആശുപത്രിയിലേക്ക് കൂട്ടാൻ ഭാര്യയുടെ സഹായം തേടിയത് എന്നതാണ് പോലീസ് നിലവിൽ മനസ്സിലാക്കുന്നത്. മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ദുരൂഹതയുണ്ടോ എന്നത് പോലീസ് സംശയിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പെൺകുട്ടിയുടെയും അതിനൊപ്പം തന്നെ ഇയാളും, അതായത് പ്രതിയും ഭാര്യയും ഒരുമിച്ച് ഈ പെൺകുട്ടിയുടെ മൃതദേഹം കൊണ്ടുപോയ ആശുപത്രിയിലെ ജീവനക്കാരുടെയും മൊഴിയെടുക്കാൻ അന്വേഷണ സംഘം നിലവിൽ തീരുമാനമെടുത്തിരിക്കുന്നത്. ഫെബ്രുവരി 2 വരെയാണ് പ്രതിയുടെ കസ്റ്റഡി കാലാവധി. തെളിവെടുപ്പ് പൂർത്തിയാക്കിയ സ്ഥിതിക്ക് നിലവിൽ ഇന്ന് തന്നെ ജയിലിലേക്ക് അയക്കുക, ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും വാങ്ങി തെളിവെടുപ്പ് നടത്തുക എന്നതാണ് പോലീസും ഉദ്ദേശിക്കുന്നത്. ഏതായാലും വലിയ ദുരൂഹതകൾ ഉണ്ട് എന്ന് പോലീസ് തന്നെ സംശയിക്കുന്നു. മറ്റാരുടെയെങ്കിലും സഹായം ഈ കൊലപാതകത്തിൽ വൈശാഖിന് ഉണ്ടായിരുന്നോ എന്ന കാര്യം കൂടി വിശദമായി പോലീസ് പരിശോധിക്കുന്നുണ്ട്.